യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗം കഴിഞ്ഞ 10 ദിവസത്തിനിടെ മരിച്ചത് 2300 പേരാണ്. പടിഞ്ഞാറൻ യൂറോപ്പിന്റെ മിക്ക ഭാഗങ്ങളിലും ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ഇംപീരിയൽ കോളേജ് ലണ്ടനിലെയും ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെയും ഗവേഷകരുടെ സംയുക്ത റിപ്പോർട്ടാണ് താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചതായി പറയുന്നുണ്ട് ഗവേഷകർ. പശ്ചിമ യൂറോപ്പിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ മാസമാണ് ജൂൺ. സ്പെയിനിൽ താപനില 40 ഡിഗ്രിയിലെത്തി. ഫ്രാൻസിൽ കാട്ടുതീ പടർന്നു പിടിച്ചു. ജൂൺ 23-നും ജൂലൈ 2-നും ഇടയിലുള്ള കാലയളവിൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്ന 2300 പേരിൽ 1500 പേരും മരിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് റിപ്പോർട്ട്. ബാഴ്സലോണ, മാഡ്രിഡ്, ലണ്ടൻ, മിലാൻ എന്നിവയുൾപ്പെടെ 12 നഗരങ്ങളെ ഉൾപ്പെടുത്തിയാണ് പഠനം നടത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം ഉഷ്ണതരംഗ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതായി ഗവേഷകർ. ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ തീവ്രമാകാനും യൂറോപ്പിലുടനീളം കൂടുതൽ ആളുകളെ ചൂട് ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് യൂറോപ്യൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ സാമന്ത ബെർഗസ് അറിയിച്ചു. പ്രായമായവർ, രോഗികൾ, കുട്ടികൾ, പുറംജോലിക്കാർ, ദീർഘനേരം ഉയർന്ന താപനിലയിൽ ജോലി ചെയ്യുന്നവർ എന്നിവരെയാണ് ഉഷ്ണതരംഗങ്ങൾ കൂടുതലും ബാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ഷെഖൈന ന്യൂസ്.